ഹായ് ഓൾ, എല്ലാവരും എങ്ങനെ ഇരിക്കുകയാണ്? എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. ഏതാണ്ട് ഒരു മാസത്തോളമായി ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട്. നാട്ടിലൊക്കെ പോയ തിരക്ക് കാരണമാണ് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇത്രയും നീണ്ടുപോയത്. ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് എന്റെ കേരള ട്രിപ്പിന്റെ കണ്ടിന്യൂവേഷൻ, വയനാട്ടിലെ കാഴ്ചകൾ തന്നെയാണ്. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഓരോ വീഡിയോ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്ത് ഇംപ്രൂവ് ചെയ്യാനുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക, ഞാൻ അത് ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കും. വരും വീഡിയോയിലേക്ക് പോവാം. കോഴിക്കോടിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി ഞങ്ങൾ തിരിക്കുന്നത് വയനാട്ടിലേക്കാണ്. രാജാജി ബസ് സ്റ്റാൻഡിൽ നിന്ന് 6:30 കൂടി വണ്ടി കയറി. ഞങ്ങൾ രണ്ടാളും ബസ് കയറിയതും കുറച്ചൊന്ന് മയങ്ങാൻ തുടങ്ങി. ഉറങ്ങി എണീറ്റപ്പോൾ നല്ല തണുത്ത കാറ്റ്. നിങ്ങൾ ഈ കാണുന്നത് ലക്കിടി വ്യൂ പോയിന്റ് ആണ്. നല്ല കാഴ്ച. അങ്ങനെ വയനാട് എത്തി. ഞങ്ങൾക്ക് ഇറങ്ങാനുള്ളത് വൈത്രി എന്ന സ്ഥലത്താണ്. ഇതാണ് അവിടുത്തെ ബസ് സ്റ്റോപ്പ്. അത്യാവശ്യം ചൂട് അനുഭവപ്പെടുന്നുണ്ട്. 2 ദിവസം വയനാട് കാഴ്ചകൾ കാണാൻ ഓൾറെഡി ഓൺലൈനിൽ ചേട്ടൻ ക്യാബ് ബുക്ക് ചെയ്തിരുന്നു. ഇന്നത്തെ ആദ്യത്തെ പ്ലേസ് ഓഫ് വിസിറ്റ് എന്നൂർ എന്ന ട്രൈബൽ വില്ലേജ് ആണ്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ജീപ്പിന് വേണ്ടി. ഇതൊക്കെ അവിടുത്തെ ചുറ്റുമുള്ള കാഴ്ചകൾ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ മുഖം കാണിക്കുകയാണ് ഞാൻ. നല്ല സൂര്യപ്രകാശം മുഖത്തടിക്കുന്നുണ്ട്. വീഡിയോ ഒക്കെ എടുത്തിരിക്കുമ്പോൾ ജീപ്പ് മേലിൽ നിന്ന് വരാണ്. ജീപ്പിൽ കയറി മേലെ കുന്നിലാണ് ഈ വില്ലേജ് ഉള്ളത്. ചെറിയ രീതിയിലുള്ള വളവൊക്കെ ഉണ്ട്. സോ സ്മോൾ ട്രക്കിംഗ്. വില്ലേജ് എത്താറായി. കണ്ടിന്യൂസ് ആയിട്ട് ജീപ്പ് നിരത്തിയിട്ടിരിക്കുന്നത് കാണാൻ കഴിഞ്ഞു. ആൾക്കാർക്ക് ഡ്രോപ്പിനും പിക്കിനുമായി. അവിടുന്ന് താഴത്തെ പ്രദേശങ്ങൾ കാണാൻ നല്ല കാഴ്ചയായിരുന്നു. നേച്ചർ കോളിംഗ് എന്ന പോലെ. എന്നൂർ എന്നത് ട്രൈബൽ ഹെറിറ്റേജ് വില്ലേജ് ആണ്. ഇവിടെ ആൾതാമസമൊന്നും ഇല്ല ഇപ്പോൾ. ബട്ട് കേരള ഗവൺമെന്റ് ടൂറിസത്തിന്റെ ഭാഗമായി ട്രൈബൽ പീപ്പിള് ജീവിച്ചിരുന്നു എന്ന് കാണിക്കാൻ സംരക്ഷിക്കുകയാണ്. ഞങ്ങൾ അകത്തേക്ക് കടക്കുകയാണ്. കുറച്ച് നടന്ന് ചെല്ലുമ്പോൾ ഒരു റെസ്റ്റിംഗ് ഏരിയ ഉണ്ട്. കുടിക്കാൻ വെള്ളം സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇരിക്കാൻ നിന്നില്ല. നടന്ന് കാഴ്ചകൾ കാണുകയാണ്. നമ്മൾ കണ്ട് പോവാണ്. മഡ് കൊണ്ട് 2 ഭാഗത്തായി ഒരു വേലി പോലെ കെട്ടിവെച്ചിട്ടുണ്ട്. ആ കണ്ടു കാഴ്ച. പലതരം വീട്. ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്ന ഓലയും മഡും കൊണ്ടാണ്. ആൾക്കാരൊക്കെ വീട് കണ്ട് തിരിച്ചു വരികയാണ്. ഇത് ഞങ്ങൾ കണ്ട ആദ്യത്തെ വീട്. കയറുമ്പോൾ വെളിയിലായി ഇരിക്കാനായി ഒരു തിട്ടയുണ്ട്. അകത്തൊരു റൂം. നല്ല തണുപ്പാണ് അവിടെ ചെന്നപ്പോൾ അനുഭവപ്പെട്ടത്. ഇനി കണ്ടത് വേറൊരു വീടാണ്. ഇരിക്കാനുള്ള തിട്ട വീടിന് ചുറ്റുമായി ഉണ്ട്. ഇതൊരു റൂം മാത്രമുള്ള ഒരു വീടാണ്. ഇറങ്ങി ചെല്ലുമ്പോൾ വേറൊരു വീട്. അവിടെയും ഒരു റൂം മാത്രമാണ് ഉണ്ടായിരുന്നത്. വീടൊക്കെ കണ്ട് ഞാനും വരുന്ന ചേട്ടൻ വീഡിയോ പകർത്തി. നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു. അതുകൊണ്ട് വേറെ വീഡിയോ പകർത്താൻ പറ്റിയില്ല വീടുകളുടെ. അവിടെ നിന്ന് ഒരു 3-4 ഫോട്ടോസ് ഞങ്ങൾ പകർത്തി. കാഴ്ച കണ്ട് ഇറങ്ങുകയാണ്. അവിടെ നിന്ന് നേരെ ആൾക്കാരൊക്കെ വരുന്നതും പോകുന്നതും കാഴ്ച വീഡിയോയിലും പകർത്തി. ഇതൊരു വലിയ റെസ്റ്റിംഗ് ഏരിയ ആണ്. നടന്നു ചെല്ലുമ്പോൾ വെള്ളം കുടിക്കാനായി സോഡയും കരിക്കും വെച്ചിട്ടുള്ള കട കാണാൻ കഴിഞ്ഞു. ഇപ്പൊ തന്നെ 2 റെസ്റ്റിംഗ് ഏരിയ കണ്ടു. വീണ്ടും ഓല കൊണ്ടുള്ളത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ശരിക്കും ഇത് നല്ല രസമുണ്ട്. അതിന്റെ അടുത്തായി ട്രൈബൽ മാർക്കറ്റ് ഉണ്ട്. പക്ഷെ എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. ഇവരാണ് എന്നൂർ വില്ലേജിൽ ജീവിച്ചിരുന്ന ട്രൈബ്സ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഞങ്ങൾ കണ്ടത്. നിങ്ങളും ഇവിടെ വരാൻ ശ്രമിക്കുക. ഇനി അടുത്ത പ്ലേസ് ഓഫ് വിസിറ്റ് പൂക്കോട് ലേക്കാണ്. അവിടുത്തെ പരിസരത്ത് തന്നെയായിട്ട് ഒരു ബേർഡ് സ്റ്റേഷൻ ഉള്ളത് കണ്ടു. വേറെ പല സ്ഥലത്തും പോകാനുള്ളത് കണ്ട് ഞങ്ങൾ കയറാൻ നിന്നില്ല. ഇതാണ് അകത്തേക്ക് പാർക്കും ലേക്കും ഒക്കെ പോകാനുള്ള ടിക്കറ്റ് കൗണ്ടർ. വാവ്, അത് കണ്ടോ നിങ്ങള്? കുരങ്ങൻ കൗണ്ടറിന്റെ മേലെ ഇരുന്ന് വെയിൽ കൊള്ളുന്നത്. നന്നായിട്ട് കൊള്ളുന്നുണ്ട് വെയിൽ. പൊരിഞ്ഞ വെയിലാണ്. ഇതകത്തെ കാഴ്ച. ഷോപ്സ് ഒക്കെ ഉണ്ട്. ടോയ്സിന്റെയും ടീ, കോഫി പൗഡറിന്റെ ഒക്കെ. നേരെ നടന്നു ചെല്ലുമ്പോൾ ചിൽഡ്രൻസ് പാർക്കാണ്. കുട്ടികളെ അവരെ ഫാമിലി മെമ്പേഴ്സ് കളിപ്പിക്കുകയാണ്. നല്ല പച്ചപ്പ് നിറഞ്ഞ കാഴ്ചയാണ് ചുറ്റും നടന്നു ചെല്ലുമ്പോൾ. അത് കണ്ടു. മരത്തിന്റെ താഴെ ഇരുന്ന് ആൾക്കാരൊക്കെ ലേക്കിന്റെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുന്നത്. ഞങ്ങളും ആസ്വദിച്ച് കാഴ്ചകൾ കണ്ട് ബോട്ടിങ്ങിന് പോവാണ്. നിരത്തി പെഡൽ ബോട്ട് വെച്ചിട്ടുണ്ട്. സേഫ്റ്റി ജാക്കറ്റും തൂക്കിയിട്ടിരിക്കുകയാണ്. വാവ്, ശരിക്കും വളരെ അട്രാക്റ്റീവായ കാഴ്ച. ലേക്കിന് ചുറ്റും മരങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്നത്. എസ്പെഷ്യലി ആ പിങ്ക് പൂ വിതറിക്കിടക്കുന്നത്. അങ്ങനെ ബോട്ട് കയറി. ഫസ്റ്റ് ടൈമാണ് ഈ ബോട്ട് ഞാൻ കയറുന്നത്. ആദ്യം നല്ല പേടി ഉണ്ടായിരുന്നു. കയറി കഴിഞ്ഞപ്പോൾ പേടി പോയി എൻജോയ്മെന്റായി മാറി. അവിടെ നിന്ന് ഒരു ഫോട്ടോയും പകർത്തി. വണ്ടി കയറി അടുത്ത് ചെന്നത് ബീ മ്യൂസിയം ആണ്. ഒറിജിനൽ തേൻ കളക്ട് ചെയ്ത് പ്രോസസിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥലമാണിത്. ഇത് പുറത്തെ സെറ്റപ്പ് ആണ്. അകത്ത് കയറി ചെന്നതും ഹണി ബീയുടെ മോഡൽ വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല കൗതുകമായിട്ടുണ്ടായിരുന്നു. പിന്നെ പ്യുവർ ഹണി വിൽപ്പനയ്ക്കുമുണ്ട്. ആൾക്കാരൊക്കെ പർച്ചേസ് ചെയ്യുന്നത് കാണാം. ഇതാണ് ഹണി പ്രോസസ്സ് ചെയ്യാനും സ്റ്റോറേജ് ചെയ്യാനും യൂസ് ചെയ്യുന്ന കണ്ടെയ്നർ സെറ്റപ്പ്. ഈ മാഡം ഇതിന്റെ പ്രൊസീജിയർ ഒക്കെ വരുന്നവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇത് പലതരം ക്യൂൻ ബീസിന്റെ മോഡലാണ്. ശരിക്കും ഫീമെയിൽ ബീ ആണ് തേൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബീസിനെ കുറിച്ചൊക്കെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തേൻ വെറൈറ്റീസ് ആണ്.
ഇവ പല ഡിസീസും ക്യൂർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഹണീസ് ആണ്. ആന്റി ഓക്സിഡന്റ് ആയിട്ട്, ആന്റി ബാക്ടീരിയൽ ഏജന്റ് ആയിട്ട്, ഇപ്പൊ ചുമയ്ക്ക്, പിന്നെ അസിഡിറ്റി, ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ ഹണി ഉപയോഗിക്കുന്നുണ്ടെന്ന് ആ മാഡം പറഞ്ഞായിരുന്നു. ഹണി ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനും അവർ തന്നായിരുന്നു. ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് രണ്ടാൾക്കും, ബീസിനെ കുറിച്ചും ഹണിയുടെ അഡ്വാൻറ്റേജസ് അറിയാൻ കഴിഞ്ഞതും. അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴേ ടീ മ്യൂസിയം കണ്ടു. കയറാൻ നിന്നില്ല, സിപ്ലൈൻ കയറാൻ പോകണമെന്നത് കൊണ്ട് ടൈം ബേസിസിലാണ് റോപ്പിൽ കയറ്റുന്നത്. ഇത് അവിടുത്തെ ഒരു ടീ പ്ലാന്റേഷൻ ആണ്. എൻ്റെ ഒരു സ്ലോമോ വീഡിയോ ചേട്ടൻ പകർത്തി. ശരിക്കും പ്ലാന്റേഷൻ കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിരുന്നു. പ്ലാന്റേഷനിലാണ് സിപ്ലൈൻ ഉള്ളത്. സോ ഞങ്ങൾ സേഫ്റ്റി ജാക്കറ്റ് ഒക്കെ ഇട്ട് റെഡിയായി ഫ്ലൈ ചെയ്യാൻ. ചേട്ടന് ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഒരു പേടിയില്ല, പറക്കാൻ പോവാണ്, ടാറ്റ പറഞ്ഞ് എൻജോയ് ചെയ്ത് പറക്കുന്നു. നേരെ തിരിച്ച് ഞാൻ വലിയ കാര്യത്തിൽ പറക്കാമെന്ന് പോയി. എൻ്റെ കാലൊക്കെ വിറച്ച് പേടിച്ചു തുടങ്ങി. കണ്ണടച്ച് കയറിയ സ്ഥിതിക്ക് എങ്ങനെയോ പറന്നു. അവിടെ നിന്ന് 2 ഫോട്ടോസും എടുത്തു. ഇനി ഞങ്ങൾ പോയത് ലഞ്ച് കഴിക്കാനാണ്. എനിക്ക് എവിടെ ചെന്നാലും മൂണിറങ്ങാത്തതുകൊണ്ട് ഒരു ഫിഷ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. സത്യം പറയാലോ, എന്തിനാ ഞാൻ ഓർഡർ ചെയ്തതെന്നായിപ്പോയി. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതിലും നല്ലത് ചേട്ടൻ ഓർഡർ ചെയ്ത ഊണായിരുന്നു. ഊണ് കുഴപ്പമില്ല, നല്ലതായിരുന്നു. ബിരിയാണി അപേക്ഷിച്ച് നോക്കുമ്പോൾ. വണ്ടി കയറി കഴിച്ചപ്പോൾ എൻ്റെ കണ്ണ് കുറച്ചങ്ങ് മയങ്ങാൻ തുടങ്ങി. ഡ്രൈവർ ചേട്ടൻ വിളിച്ചെണീപ്പിച്ച് ബാണാസുര ഡാമിൻ്റെ നേച്ചർ ലാൻഡ്സ്കേപ്പ് കാണിച്ചു. ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാഴ്ചയായിരുന്നു അത്. വാവ്, ഒരു രക്ഷയില്ല. എന്ത് ക്ലിയർ സ്കൈ പ്ലസ് പച്ചപ്പ് നിറഞ്ഞ മല, പിന്നെ ഡാമിലെ വെള്ളം. എന്തുകൊണ്ടും ഇത് ഗംഭീര കാഴ്ചയായിട്ടാണ് തോന്നിയത്. അവിടെ നിന്ന് 2 ഫോട്ടോയും പകർത്തി. ഇനി ഞങ്ങൾ പോയത് മീൻമുട്ടി വാട്ടർഫോൾസ് കാണാനാണ്. കുറച്ച് നടന്നാണ് ചെല്ലേണ്ടത്. 2 ഭാഗത്തും മരങ്ങൾ നിറഞ്ഞിരിക്കുന്നു. വാഴയൊക്കെ ഉണ്ട് കുറേ. വഴിയരികിലായി കടകളൊക്കെ ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള അച്ചാറും നെല്ലിക്ക ഉപ്പിലിട്ടതും ഉണ്ടായിരുന്നു. പിന്നെ ആൾക്കാർക്ക് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രൗസറൊക്കെ വിൽപ്പനയ്ക്കുള്ള ഷോപ്പ്. നടന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു ഹൈയുമായി ഞാൻ. കണ്ടോ, ആ കാണുന്ന ഒരു റിസോർട്ടാണ്. വാട്ടർഫോൾ വ്യൂ ചെയ്യുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആണത്. ശരിക്കും അവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നടന്ന് തളർന്നു വരുന്നവർക്ക് ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇരിപ്പിടം റെഡിയാക്കിയിരിക്കുന്നത് കാണാം. വാട്ടർഫോൾ എത്താറായി. ആൾക്കാർ കുളിക്കുന്നതും കാല് നനയ്ക്കുന്നതും കാഴ്ച കാണാം. അത്യാവശ്യം അവിടെ തിരക്കുണ്ടായിരുന്നു. ഞങ്ങളും കാല് നനയ്ക്കാൻ ഇറങ്ങാൻ പോവുകയാണ്. വീണ്ടും സ്ലോമോ വീഡിയോ. വെള്ളം ഒഴുകി പോകുന്ന കാഴ്ച നല്ല രസമുണ്ടായിരുന്നു. എന്ത് ക്ലിയർ ആണ് വെള്ളം, നല്ല തണുപ്പുണ്ട്. ഇറങ്ങിയപ്പോൾ കയറാൻ തോന്നിയില്ല, അത്രയ്ക്ക് ഞങ്ങൾക്ക് ഇഷ്ടമായി. എൻ്റെ പോസും അടുത്ത ചേട്ടനെയും പോസ് ചെയ്യിപ്പിച്ച് വീഡിയോ പകർത്തി. അവിടെ നിന്ന് ഓർമ്മയ്ക്കായി ഫോട്ടോസും പകർത്തി. ശരിക്കും ഈ വാട്ടർഫോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ഇഷ്ടമായി ഞങ്ങൾക്ക്. നിങ്ങളും ഇവിടെ വരാൻ ശ്രമിക്കുക. അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് ബാണാസുര ഡാമിലേക്കാണ്. ഇതാണ് അവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. എൻട്രൻസിന് പുറത്തുള്ള കടകളാണ് ഇതൊക്കെ. ഞങ്ങൾ അകത്ത് കയറി ചെല്ലുകയാണ്. നടന്നു ചെല്ലുമ്പോൾ നേരെ ബോർഡിൽ ബാണാസുര ഡാം ഇന്ത്യയിൽ തന്നെയുള്ള ലാർജസ്റ്റ് ഡാം എന്നും ഏഷ്യയിലെ 2nd ലാർജസ്റ്റും എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നേരെ നടക്കുമ്പോൾ സൈഡിലായി ഹൊറർ സോണ്, കിഡ്സ് പ്ലേ സോണൊക്കെ കണ്ടായിരുന്നു. ഞങ്ങൾ ഡാമിൽ പോകാൻ വാന് വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് നടന്നും പോവാം, ബട്ട് വാനും അവൈലബിൾ ആണ്. അങ്ങനെ വാനിൽ കയറി ഡാം കാണാൻ എത്തി. ഈ ബാണാസുര ഡാം ബിൽഡ് ചെയ്തിരിക്കുന്നത് കരമനത്തോട് നദിയുടെ കുറുകെയാണ്. ഈ നദി കബനി നദിയുടെ ഭാഗമായാണ് വരുന്നത്. ഞങ്ങൾ മീൻമുട്ടി വാട്ടർഫോൾസ് പോവും വഴിയിലായി ഈ ഡാമിന്റെ വ്യൂ ആണ് കണ്ട് ഫോട്ടോസ് ഒക്കെ പകർത്തിയത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. വലിയ ഡാം. ഏതാണ്ട് ഇതിന്റെ ഹൈറ്റ് വരുന്നത് 38.5 മീറ്ററും ലെങ്ത് 685 മീറ്റർ ആണ്. ഇവിടെയും സിപ്പ് ലൈൻ ഉണ്ട്, പക്ഷെ ഡിസ്റ്റൻസ് കുറവാണ്. ആൾക്കാരൊക്കെ ഇരുന്ന് ഫോട്ടോസ് പകർത്തുന്നുണ്ട്. കല്ലൊക്കെ വെച്ചിരിക്കുന്നിടത്ത് ബിബേറോ സ്നേക്സിന്റെ ബോർഡ് കാണാനിടയായി. അതുകൊണ്ട് ആ ഭാഗത്ത് ഇരിക്കാൻ നിന്നില്ല. അവസാനമായി 2 ഫോട്ടോസും പകർത്തി. രണ്ടാൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഡാം. കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. താഴെ ഇറങ്ങി ചെല്ലുമ്പോൾ ഐ ലവ് വയനാട്ടിൽ ഫോട്ടോസ് പകർത്താൻ തിരക്കിലാണ് ആൾക്കാർ. പ്ലേ ഏരിയയിൽ ചുമ്മാ കയറി കാഴ്ചകൾ കണ്ട് അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് ഇന്നത്തെ സൈറ്റ് സീയിങ്ങിന് ബൈ ബൈ പറയുകയാണ്. ഇനി ഞങ്ങൾ പോകുന്നത് കൽപ്പറ്റയുള്ള സത്ര വയനാട് ഹോട്ടലിലേക്കാണ്. ഇതാണ് പുറത്തെ കാഴ്ച. റൂമിലേക്ക് പോകുന്ന വഴിയാണ്. റൂം ശരിക്കും നല്ല നീറ്റ് ഉണ്ടായിരുന്നു. റെസ്റ്റ് റൂം ആണെങ്കിലും നൈസാണ്. പുറത്തെ ബാൽക്കണിയാണിത്. നല്ല ഇരുട്ടി തുടങ്ങി. തണുപ്പുമുണ്ട്. കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല ഇരുട്ട് കാരണം. ഇനി 2ാമത്തെ ദിവസത്തെ പ്ലേസ് ഓഫ് വിസിറ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ഷെയറും ചെയ്യുക. താങ്ക്സ്.